എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് പരിചയമൊന്നുമില്ല. റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് എന്റെ പരിചയക്കുറവിന്റെ ഒരു പ്രശ്നമായിരുന്നു. ഇതിലെ സുനിത എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, ഫിസിക്കലി ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ള ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് പരിചയമൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം കഥ പറയില്ല അല്ല, ഒരു ദിവസം എനിക്ക് അതിന്റെ ശീലം ഇല്ലാത്തതിന്റെ ആയിരിക്കും. നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ സീനൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തൊക്കെ പോയി ഒരു ഷോട്ട് എടുത്തപ്പോ ഞാൻ ആക്ച്വലി ആ ഒരു പ്രശ്നം മറന്നുപോയി. നമ്മൾ ആരും ഓർത്തില്ല, ഞാൻ മറന്നുപോയി. എന്റെ ബിനിച്ചേട്ടന്റെ കൂടെയായിരുന്നു സീൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആരും ഓർത്തില്ല. പിറ്റേ ദിവസം എന്തോ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് വർത്താനൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോ ബിനിച്ചേട്ടൻ, എടി നീ ഇന്നലെ ആ കാര്യം ചെയ്തായിരുന്നോ? അപ്പൊ ഞാൻ അയ്യോ ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ എഡിറ്ററെ വിളിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ സംഭവം ചെയ്തിട്ടില്ല. എന്നിട്ട് അത് വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് എന്റെ പരിചയക്കുറവിന്റെ ഒരു പ്രശ്നമായിരുന്നു. ആർക്കും അത് ഓർമ്മയും വന്നില്ല. അപ്പൊ അന്ന് ആ ഒരു കാര്യം ഉണ്ടായപ്പോ ബീച്ചേട്ടൻ തന്നെ അതിനൊരു ടിപ്പ് പറഞ്ഞു തന്നു. ഇങ്ങനെ ഒരു കാര്യം നമ്മളെല്ലാരും മറന്നു പോകാൻ സാധ്യതയുണ്ട്. വിലയേറിയ ടിപ്പാണോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്? കുഴപ്പമില്ല അല്ലേ? 30 വർഷം ആയതിന്റെ ഒരു 30 വർഷം അപ്പൊ എന്നോട് പറഞ്ഞു തന്നു, നമ്മൾ മറന്നുപോകും ഇങ്ങനത്തെ ഒരു കാര്യം. നമുക്ക് ശീലമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ തലേന്നത് ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോ അത് ഓർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുന്നത്, ഒരു നീ ക്യാപ്പോ അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം, ഒരു സംഭവം നമ്മൾ വെക്കുവാണെങ്കിൽ ഇതെന്തിനാ ഞാനിട്ട് ആ കാര്യം ഓർമ്മ വരും എന്നുള്ള രീതിയിൽ ഒരു 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 ടിപ്പൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പം പിന്നെന്താ പറയുന്നത്, ഇതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാം കൊണ്ടും. ഇവരുടെയൊക്കെ കൂടെ ബീജാട്ടിന്റെയും ആസ്മിക്കിന്റെ കൂടെ ഒക്കെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയുന്നത്, ഈ ഒരു ടീം എന്ന് പറഞ്ഞപ്പോ ജിസ്റ്റേട്ടന്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു. അനുചേട്ടൻ ഒരു പടത്തിൽ വരുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നത്, സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. ആ ദിവസങ്ങളൊക്കെ ഒത്തിരി സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു.